ഹായ് ഗൈസ്, ഇന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഹെയർ കട്ടിങ് നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പുതിയ സാധ്യതയായിട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഹെയർ കട്ടാൻ ചെയ്യാനൊന്നും ഇഷ്ടമല്ലല്ലേ? അപ്പം എൻ്റെ കാണാതായിട്ട് ഒരു കുട്ടിക്ക് ഹെയർ ബുഷ് നന്നായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. കൂരയുടെ രീതിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു, അല്ല മുട്ടയുടെ രീതിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം ഓംലേറ്റ് ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം എൻ്റെ ധൂപ്പിലൊക്കെ ഒടിച്ചു വിട്ടുണ്ട്. ആ കൊച്ചിന് മുടി ചെയ്യാനും ഗേൾ ഫ്രണ്ടിന് എടുത്തു പോകാനും പറ്റില്ല. അതിൻ്റെ ശേഷം ആ മുട്ട എൻ്റെ ഇത് കൂട്ടായി ചീന ഉളുമ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഉളുമ്പ് പിടിച്ചതിന് ശേഷം ആ ഗേൾ ഫ്രണ്ടിന് കിടക്കാനും പറ്റില്ല. അതിൻ്റെ ശേഷം അവളിൻ്റെ അടുത്ത് ഓൾറെഡി ഒറ്റ ഉറങ്ങും പോലും വരുന്നില്ല. അതിൻ്റെ സങ്കടത്തിൽ ബാർബറിൻ്റെ അടുത്ത് പോയി ബാർബറിന് മുടി വെട്ടിക്കളഞ്ഞു. അപ്പം ബാർബറിന് ചോദിച്ച് എനിക്ക് മുടി വേണ്ട, പിന്നെ എനിക്ക് മുടി വേണ്ടാതിരിക്കാൻ വേണം പോകും. അപ്പം പിന്നെ ബാർബർ ചെയ്ത് ഒന്നും കുഴപ്പമില്ല, എനിക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ ശേഷം ബാർബർ മുടി ദേഷ്യം വന്നിട്ട് ബാർബറിനെ അവിടെ ഇരുത്തിയിട്ട് ബാർബറിൻ്റെ മുടി കട്ട് ചെയ്ത് ആ കൊച്ചിനെ വെച്ചിട്ട് എൻ്റെ ആ കൊച്ചിൻ്റെ കാര്യം കൂടി ആ ചേട്ടനൊക്കെ വെച്ച്. നിങ്ങളുടെ കുത്ത് ആരെ ഇഷ്ടപ്പെട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, വേറൊരു കൊച്ച്, ആ കൊച്ചിന് എൻ്റെ ജപ്പാനിൽ എൻ്റെ ആ ചേട്ടന് ജപ്പാനിൽ ഡോൾഫിൻ കാണാൻ പറഞ്ഞു. ആ ഡോൾഫിൻ കുറേ വർഷത്തിന് മുമ്പ് എൻ്റെ ഹാപ്പി ഒന്നും അല്ല, ഇങ്ങനെ ഇറങ്ങുമ്പോൾ മുങ്ങിപ്പോവാണെങ്കിൽ എൻ്റെ കരയെ കൊണ്ട് കെടുത്തില്ല, ഇനി വാലും വെച്ച് ആടി നമ്മളെ കൊല്ലുവാണ്. ആ ചേട്ടൻ നിർവപ്പെട്ടാതെ ആ ഡോൾഫിൻ്റെ കുളത്തിൽ ചാടിയതിന് ശേഷം ഡോൾഫിനോട് ഇങ്ങനെ തൊടാൻ നോക്കി. ഇപ്പോൾ ഡോൾഫിൻ തലയാട്ടി കുത്താൻ നോക്കി. അതിൻ്റെ ശേഷം ആ ഡോൾഫിൻ്റെ മാതി നോക്കി പറഞ്ഞത് അത് ഡോൾഫിനല്ല, അത് കള്ളന്മാരാണ്. അതിൻ്റെ ശേഷം വീഡിയോ ഉണ്ടാക്കുന്നതായിട്ട് വെള്ളത്തിൽ ഇത് കൂട്ടുണ്ടാവും, ബ്ലഡൊക്കെ ഉണ്ടാവും. അതിൻ്റെ ശേഷം ഡോൾഫിനെ കൊണ്ടുണ്ടാകാന്ന് ഓർത്ത് പോലീസ് വന്നപ്പം കാണാനില്ല, അത് കള്ളനെ കാണാൻ പോയത്. അതിൻ്റെ ശേഷം ആ ചേട്ടൻ ഇച്ചോടി പേടി ഉണ്ടാവും, കള്ളം ഞാൻ വന്നതെന്ന് ഓർത്ത്. അതിൻ്റെ ശേഷം ആ ചേട്ടൻ ചെയ്ത് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവേ. ഒരു ദിവസം ഒരു കുട്ടീനെ തൊട്ടുകൊണ്ടുപോയി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ജോക്കറിനെ കണ്ടിട്ടുണ്ടോ? കുറേ വർഷത്തിന് മുമ്പ് ആ ജോക്കർ ഒരു പ്രാവശ്യം കുട്ടികൾക്ക് പ്രായം കൊടുക്കും. എന്താ വെച്ചാൽ ആ ചേട്ടൻ്റെ എടുത്ത് മോളിൻ്റെ ബർത്ത്ഡേയും അതിൻ്റെ ഗിഫ്റ്റ് എടുക്കാൻ പോയത്. ജോക്കറിൻ്റെ ഉടുപ്പ് വാങ്ങിക്കൊണ്ട് വന്ന് ഗിഫ്റ്റ് എടുക്കാൻ പോയി. ചിലപ്പോ അതെല്ലാം പരിപാടി കണ്ട് ആ പിള്ളേർ ചിരിച്ചു. മറ്റേ എടുത്തെടുത്ത് കൊച്ചു പറഞ്ഞു, മറ്റേ ആ കൊച്ചിന് ബർത്ത്ഡേ ഇല്ലാത്ത കൊച്ചിനോട് പറഞ്ഞു, അതങ്ങനെ ചെയ്യില്ലേ, അങ്ങനെ ചെയ്യില്ല, കാരണം വെച്ചാൽ ഉടുപ്പെ ഒട്ടി പിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്യാതെ ചീപ്പോൾ ഇങ്ങനെ എൻ്റെ ഊരിയപ്പോൾ പറ്റൂല, മൂക്കിലത്തെ ഗ്യാസ് പോലെ നോക്കിയപ്പോൾ അതും പറ്റില്ല. അതിൻ്റെ ശേഷം പിന്നെ കൂട്ടം വെച്ച് ഊരാൻ നോക്കിയപ്പോൾ മൂക്കാൻ പോകുന്നില്ല. അതിൻ്റെ ശേഷം പിന്നെ കട്ടിയൊക്കെ വെച്ചിട്ട് പിന്നെ ആ നെയ്മേനോട് ചോദിച്ചു ഇതെങ്ങനെ കിട്ടിയത്, ഊരാമൊന്നും പറ്റില്ലെന്ന്. അതിൻ്റെ ശേഷം നെയ്മേജർ പറഞ്ഞ് 5 വർഷം ജീവിച്ചിരുന്ന ജോക്കറിൻ്റെ ഉടുപ്പ് നിർമ്മപ്പെട്ട് ഇങ്ങോട്ട് പാൻറ്റായി വെക്കുന്നു. കാരണം വെച്ചാൽ 10 വർഷം പിടിച്ചോണ്ട് പോകുന്ന ജോക്കർ ഒരു കൊച്ചിനെ നിർമ്മപ്പെട്ടായിട്ട് പിടിച്ചോണ്ട് പോകുന്ന ഒരു കൊച്ചിന്. അത് നിങ്ങൾ കാണാത്ത സ്ഥലത്ത് നിങ്ങൾ മഴ പെയ്യുമ്പം ഒലിക്ക് പോകുന്ന ഓടക്കാത്താന്നു ആ ജോക്കർ 10 വർഷം താമസിച്ചിരുന്നത്. അപ്പം ഒരു കുട്ടീനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടീനെ ജോക്കറിനെ കാണാൻ പറഞ്ഞ് നന്ദി വെക്കണം. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതിൻ്റെ ശേഷം ജോക്കർ പുറത്ത് എല്ലാവരോടും എന്ത് വേണമെന്ന് ചോദിച്ചു പോകാം. അപ്പം കുട്ടിക്ക് സന്തോഷമായി പോയത്. ഒരു വരി നിർത്തി അത് ബലൂൺ പിടിച്ചിട്ട് നേരെ ഭൂമിക്കകത്ത് കൊണ്ടുപോയി കൊന്നു ഇടുവാണ്. അതിൻ്റെ ശേഷം പിന്നെ ജോക്കർ പിന്നെ ഒരു ദിവസം ബോധം കിട്ടും മരിച്ചു പോയപ്പോൾ യേശു ദൽബലിവയായിട്ട് വന്നു. അതിൻ്റെ ശേഷം പിന്നെ എന്താ ചെയ്തെന്നറിയാമോ? അപ്പം ആ ജോക്കറിൻ്റെ ഉടുപ്പ് എൻ്റെ പാൻറ്റാക്കി വിട്ടത്. അവർക്ക് അറിയില്ലെന്ന് ജോക്കറിൻ്റെ ഉടുപ്പാണോ അല്ലെങ്കിൽ റിയൽ ഉടുപ്പാണോ അല്ലെങ്കിൽ തയ്ച്ചതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിട്ട് പോയപ്പോൾ ആ ചേട്ടൻ തന്നെ ജോക്കർ ആയിപ്പോയത്.
അതിന് ശേഷം നാട്ടിലത്തെ ജനങ്ങൾ ആ കൊച്ചിനെ ഉപേക്ഷിച്ച് കൊല്ലാൻ നോക്കി. കാരണം വെച്ചാൽ ആ കൊച്ചിൻ്റെ അച്ഛൻ ഇച്ചിരി സാധ്യതപ്പെടാൻ തോന്നുന്നു. അച്ഛൻ കിടക്കുന്ന അളവോട് അളവ് വേറെ ജോക്കർ വന്നു. ആ ജോക്കർ പിള്ളേരെ പിടിക്കാൻ വന്നപ്പോൾ അച്ഛനെ ആ പിള്ളേരെ പിടിക്കാൻ തോന്നിയിട്ട് അച്ഛനും ആ ജോക്കറിനെ മാറ്റിയിട്ട് കെട്ടിപ്പിടിച്ചാൽ വന്ന കൊച്ചിന് പേടിയായി. അത് ഞാൻ എൻ്റെ അച്ഛനാ ഒരു 10 വർഷം ജീവിച്ചിരുന്ന ജോക്കർ പറയാൻ പറ്റി. ഒരു കൊച്ചിന് ഐസ്ക്രീം കഴിച്ചിട്ടില്ല എന്ന് കൊച്ചിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് നിർമ്മപ്പെട്ടു. കരഞ്ഞത് ഉടനെ വന്നതിന് ശേഷം എൻ്റെ അവിടെ നിൽത്തിരുന്ന ഐസ്ക്രീം കൊണ്ട് അതെടുത്ത് തിന്നും. ഇതിൻ്റെ ശേഷം ഐസ്ക്രീം വണ്ടിയുടെ പൈസ എടുത്ത് ഓടുകയാണ്. ഒരു ദിവസം ഓടിയപ്പോൾ വണ്ടി നിർത്തിയതിന് ശേഷം വേഗത്തിൽ ഓടി. അതിന് ശേഷം അവിടുത്തെ ഡ്രൈവർ കാര്യം പെട്ടിട്ടുണ്ടാവും. കാരണം വെച്ചാൽ 5 വർഷം ഒരു സ്പൈഡർ ഉണ്ടാവും. അത് വലയം വെച്ച് ചുറ്റിക്കിട്ടിട്ടുണ്ട്. തന്നെ ആ സ്പൈഡർ എൻ്റെ മറ്റേ ചിരിക്കുന്ന സമ്പത്തി ഐസ്ക്രീമിൽ ഇരുന്ന് വണ്ടി ഓടിക്കുക. അല്ലെ എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തലയാട്ടുവാണ്. അതുകൊണ്ട് പോയി. അപ്പോൾ ആ കൊച്ചു എന്ത് ചെയ്യും? എൻ്റെ ആ ഡ്രൈവറിൻ്റെ ചോദിച്ചപ്പോൾ കുറേ ടൈം പറഞ്ഞതിന് ശേഷം ആ ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വാലിടും. ആ കൊച്ചിനെ ഇറക്കിറക്കുന്ന പറഞ്ഞിട്ട് ആ കൊച്ചിനെ ആ വാൽ ചുറ്റിപ്പിടിച്ച് അവിടെ ഇരുത്തു പോയി. അതിന് ശേഷം അവരുടെ മദർ പറഞ്ഞു, ഒയ്യോ എൻ്റെ കൊച്ചവിടെ കാണാൻ പോയത് പോയി എന്ന് പറഞ്ഞു. ബാദർ അങ്ങോട്ട് കളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഐസ്ക്രീം വണ്ടിയുടെ പുറകെ ഓടാറുണ്ടല്ലേ? ഓടാന്ന് വെച്ചാൽ നിങ്ങൾ ഓടിയിക്കല്ലേ, അമ്മമാരോട് പറഞ്ഞിട്ട് മാത്രം ഓടാവൂ. ഓടുമ്പോൾ അവിടുത്തെ ഡ്രൈവർ ചേട്ടൻ കിടക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും തുടക്കാൻ പറ്റില്ല. നിങ്ങൾ കുറേ പേര് എൻ്റെ ഇവിടെ പോവില്ലേ, സ്റ്റോമേൻ്റെ അടുത്ത് ഇങ്ങനെ കാലിടാൻ പോവില്ലേ? അപ്പോൾ അതിന് മുമ്പ് എൻ്റെ അവിടെ എൻ്റെ അൽഗേറ്റർ കാണും. അതിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ നിൽക്കല്ലേ. കാരണം വെച്ചാൽ അതിന് ജീവനുണ്ട്. അതിന് ഭക്ഷണം കഴിക്കാൻ മത്സ്യങ്ങളെ ഇഷ്ടം. അപ്പം അങ്ങോട്ട് പോകാതിരിക്കാം പറ്റും. പോയാൽ ഉറപ്പായിട്ട് നമ്മളെ പിടിക്കും. അതിൻ്റെ കണ്ണുകൾ 2 പേരും പ്രത്യക്ഷപ്പെടാൻ തിളങ്ങി കാണാം. ഞാൻ പണ്ടൊരു പ്രാവശ്യം ഞാൻ മമ്മിയും എൻ്റെ ഇതുകൂട്ട് ഉറക്കാൻ പോയി. എന്താ ഇതുകൂട്ട് എൻ്റെ പപ്പ ഒരു നത്തിൻ്റെ കുഞ്ഞ് ചത്തെടുക്കുന്നുണ്ട് പറഞ്ഞ് ആ ജാതിക്ക് ഉറക്കാൻ പോയി. അവിടെ ഇട്ടതിന് ശേഷം നമ്മൾ ജാതിക്ക് ഉറക്കാൻ അതുകൂടെ കയറിപ്പോയപ്പം നമ്മൾ അവിടെ പോയി നോക്കി. അതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ 2 കണ്ണിരിക്കുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ നത്ത് കുഞ്ഞ് ജീനോട് തന്നെ കണ്ണ് നോക്കി അങ്ങോട്ട് നമ്മളുടെ നേരെ നോക്കിയിരിക്കുന്നുണ്ടാവും. അതിൻ്റെ അമ്മ അവിടെ പോയി എന്ന് പറയാൻ മേലെ അതിൻ്റെ ഇത് കൂട്ട അതിൻ്റെ കൂടെ എൻ്റെ അച്ഛൻ കളിക്കുന്നു, അല്ല പപ്പ കളിക്കുന്നു. അതിന് ശേഷം മുമ്പേ ഞാൻ പുറത്ത് നോക്കിയപ്പോൾ നത്തുകുഞ്ഞിൻ്റെ അമ്മയും നത്തുകുഞ്ഞ് വിളിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ അവിടെ നോക്കിയപ്പോൾ നത്തുകുഞ്ഞുണ്ടാവും. അപ്പം ഒരു ദിവസം നത്തുകുഞ്ഞിൻ്റെ ഉടുപ്പ് ഏതാ കളർ പറയും. ആ നത്തുകുഞ്ഞിൻ്റെ പപ്പ തന്നെ അതൊരു ഇത് കൂട്ടാങ്ങോട്ട് ഒരു മൂങ്ങയാ, ബ്യൂട്ടിഫുൾ മൂങ്ങയാട്ടോ. ആ വില്ലുകണ്ണം വിരിക്കും. ആ വില്ലുകണ്ണം വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ വില്ലുകണ്ണം വെച്ചിരിക്കുന്ന മൂങ്ങ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആ മൂങ്ങ ചിലപ്പോൾ നിങ്ങൾ പിടിച്ചതാവുകയില്ല കേട്ടോ. എൻ്റെ അമ്മ തിരിച്ചു വരുമ്പോൾ നമ്മൾ കുത്ത വെച്ചായിരുന്നു. ഒരു പ്രാവശ്യം ആ ചേച്ചിക്ക് ഒരു പാർട്ടി വേണമെന്ന് പറഞ്ഞു. പാർട്ടി വാങ്ങിക്കൊടുത്തു. ആ പാർട്ടി ആദ്യം തൊട്ട് ചേച്ചി ആദ്യം തൊട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. ആ ചേച്ചിക്ക് യൂട്യൂബർ ആകുന്ന പറഞ്ഞ് വീഡിയോ എടുത്തതിന് ശേഷം പാർട്ടി വന്നിട്ട് ആ ചേച്ചി എന്താ ചെയ്യുന്ന നോക്കിയപ്പം പാർത്തിന് ഫോൺ എൻ്റെ ഇത് കൂട്ടെടുക്കുന്ന അന്ന് ഇഷ്ടമാണ്, വീഡിയോ എടുക്കുന്നത് അന്ന് ഇഷ്ടമാണ്. അപ്പം പാർത്ത് ഉമ്മയും അഞ്ചുമ്മ. അപ്പം കാരണം വെച്ചാൽ നിങ്ങൾക്ക് പാർത്തിന് ഇഷ്ടമാണ് ഈ ചെയ്ത് കൂട്ടാം. പച്ചപ്പഴത്തിൽ ബ്ലൂ പാർത്ത് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടല്ലേ? അത് ബ്ലൂ പാർത്ത് തന്നെയാട്ടോ. അത് ബ്ലൂ പാർത്തിന് നേരം എൻ്റെ തല തൊടുമ്പോൾ ദേഷ്യം നമ്മളെ ഇങ്ങനെ ആർക്ക് പിടിക്കാൻ നമ്മൾക്ക് ഇച്ചിരി സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് ഒന്ന് ചെയ്യേണ്ട കേട്ടോ. ആ കടക്കാരോട് ചോദിച്ചാണ് ഇതെന്തെന്നാ കിട്ടുന്നത്. നിങ്ങൾ നത്ത് കുഞ്ഞിനെ കാണുവാണെങ്കിൽ എൻ്റെ കൊഞ്ഞി നോക്കി പ്രത്യക്ഷപ്പെടല്ലേ. കാരണം വെച്ചാൽ അത് ദേഷ്യം വന്ന് നമ്മളുടെ തലക്കെട്ട് കുത്തി നമ്മൾ കൊല്ലുമായിരിക്കും. നമ്മൾ വേറെ ലെവലിൽ നിന്ന് നമ്മൾ ഇത് കൂട്ടി കണ്ടില്ലേ, ഹലീനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പിടിക്കാൻ പോലും.
അതിൻ്റെ കുഞ്ഞിനെ പിടിക്കാൻ പോകുന്നതാണ്. അതിൻ്റെ കുഞ്ഞിനെ പിടിച്ചു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാധ്യത തന്നെ നിങ്ങളുടെ നഷ്ടപ്പെടും. എലിയുടെ പ്രത്യേകപ്പെട്ട എന്താണ് കാരണം എന്ന് പറയാം. നിങ്ങൾക്ക് എലിയുടെ ഇഷ്ടമാണോ? അല്ലല്ലോ. എലിയുടെ കാരണം വെച്ച് എലി രോമം അങ്ങനെ വളർത്തുമെന്ന് പറയാം. ചത്തെടുക്കുന്ന പൂച്ചകളെ കാണാത്തതുകൊണ്ട് എലികൾ വന്ന് രോമം ഇങ്ങനെ എടുക്കും. ചെലപ്പിക്ക് വേസ്റ്റ് പോയി ഉള്ളൊരാളുണ്ടായിരിക്കും അവിടെ. അപ്പം ഈ കളറെ എലിനെ പിടിച്ചില്ലെന്ന് പറയാം. 10 വർഷത്തിന് മുമ്പ് അവർക്ക് എലിപ്പനി എല്ലാം പിടിച്ചിട്ടുണ്ടാകും. അപ്പം എല്ലാവർക്കും ഈ കൊതുകിൻ്റെ പനി എങ്ങനെ പിടിച്ചതെന്ന് വെച്ചാൽ അത് പണ്ട് പക്ഷെ അവർ എന്തെങ്കിലും കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അവിടെ കൂട്ടാരൊക്കെ വന്നപ്പം അവരെ ഇത് കൂട്ടുണ്ടാക്കിയിട്ടുണ്ടാകും സിമ്പിൾ. ഇന്നലെ അവൾ ഇന്ന് വൈകിട്ട് എല്ലാ ദിവസവും പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു ദിവസം കൂത്താടി ഉണ്ടായി അവരെ കടിച്ച് അവരെ 10 വർഷം ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത് നമുക്ക് കമൻറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. നമ്മളപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ചെയ്യേ.